ഹായ് എവ്രി വൺ. ഈ ഉറക്കം തികയാതിരുന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് എൻ്റെ മോന്ത ഇങ്ങനെ ഇരിക്കുന്നത്. സമയം ഏതാണ്ട് 11:30 പക്ഷേ ഉറക്കം അങ്ങോട്ട് മാറിയിട്ടില്ല. ആസ് യൂഷ്വൽ എഴുന്നേറ്റിട്ട് പുറത്തേക്കൊരു ഇൻസ്പെക്ഷൻ നടത്തി. ഇന്നെന്തോ പുറത്തു പോകാൻ പറ്റിയൊരു വെതറാണ്. രാവിലെ തന്നെ കുളി നന അങ്ങനെയുള്ള പരിപാടിയൊന്നും നമുക്കില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ പോയി ബ്രഷ് ചെയ്യും, പിന്നെ ഒരു ഫേസ് വാഷ്, അത് മുഖ്യം. ഉറക്കം തികയാതെ എഴുന്നേറ്റുകൊണ്ട് തന്നെ ആകെ ഒരു മന്തിപ്പാണ്. പാതി ഉറക്കപ്പിച്ചാണ് ബ്രഷ് ചെയ്യാൻ പോയത് തന്നെ. ഒരു 3-4 ദിവസത്തെ മോർണിംഗ് ഷിഫ്റ്റിന് ശേഷം ഉറങ്ങാൻ കിട്ടിയൊരു ദിവസമാണ്. അതിങ്ങനെയായി. ഇവിടുത്തെ പരിപാടി നിർത്തി നമുക്ക് വേഗം കിച്ചണിലോട്ട് പോകാം. ഏത് സമയം ഉറക്കം എഴുന്നേറ്റാലും ഒരു ചായ, അത് നിർബന്ധം. ഒരു ചായ കുടിച്ചാൽ കിട്ടുന്ന ഉന്മേഷം അത് കുടിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. സമയം ഏതാണ്ട് ഉച്ചര ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. കിച്ചണിൽ പോയി ഒരു ചായ ഉണ്ടാക്കി നേരെ റൂമെത്തി. റൂമിൽ കുറച്ച് സ്നാക്സ് ഇരിപ്പുണ്ടല്ലോ, തൽക്കാലം അത് കഴിക്കാം, കുറച്ച് കഴിഞ്ഞ് പോയി ചോറുണ്ണാം, അതായിരുന്നു പ്ലാൻ. ഈശ്വര, എൻ്റെ അമ്മ ഈ വീഡിയോ കാണുമ്പോൾ ഏകദേശം അമ്മയ്ക്ക് മനസ്സിലാവും ഇവിടുത്തെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ. അമ്മമാരല്ലേ, മക്കൾ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? എന്നാൽ നമ്മളിത് വല്ലതും ഉണ്ടാക്കുമോ? അതുമില്ല. വീട്ടിലായിരുന്നപ്പോൾ ഇത് വല്ലതും അറിയണോ? ദോശയ്ക്ക് ദോശ, ഇഡലിക്ക് ഇഡലി, അപ്പത്തിന് അപ്പം, എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി തരാൻ ആളുണ്ടായിരുന്നു. അതിൻ്റെ വിലയൊക്കെ ഇപ്പം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആരെങ്കിലും ഫുഡ് ഉണ്ടാക്കി തന്നാൽ അത് കഴിക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് ഉണ്ടാക്കുന്നത് അതൊരു ടാസ്ക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും ബ്രേക്ക്ഫാസ്റ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ലൈഫ്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചില ദിവസങ്ങളിൽ ഞാനും സ്കിപ്പാക്കാറുണ്ട്. കിട്ടുന്ന ഓഫ് ഡേയ്സ് പ്രൊഡക്റ്റീവ് ആക്കണം എന്ന് ആലോചിക്കാറുണ്ട്. പക്ഷേ എന്തൊക്കെ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതൊന്നും നടക്കാറില്ല. അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്യൽ നിർത്തി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ദിവസം അത്ര സ്മൂത്തായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. എല്ലാ ദിവസവും നന്നാണോ എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു എനക്കേട്. ചായ കുടിച്ചിട്ടും സിനിമ കണ്ടിട്ടും ചിപ്സ് തിന്നിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നിയാൽ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലേ, അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. എന്തായാലും ഈ ഉച്ച സമയത്ത് പോകാൻ ഒരു മൂടും വരുന്നില്ല. വെയിലൊന്ന് മാറിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോവാം. ഇതാട്ടോ ഞാൻ ലാപ്പിൽ കണ്ടുകൊണ്ടിരുന്ന സിനിമ. ഒന്ന് കണ്ടതാണ്, എന്നാലും ഒന്നുകൂടെ കണ്ടേക്കാന്നങ്ങ് തോന്നി. സമയം വൈകുന്നേരമായി, നമുക്ക് പാം. എൻ്റെ ഈ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വേറെ എങ്ങോട്ടുമല്ല, അമ്പലത്തിലോട്ടാണ് പോകുന്നത്. കുറച്ച് നാളെ ആ വഴിക്കൊക്കെ പോയിട്ട്. എന്നാൽ പിന്നെ എല്ലാം കൊണ്ടും ഇന്നാണ് അതിന് പറ്റിയ ദിവസം. വീട്ടിൽ നിന്ന് ഏകദേശം 20-25 മിനിറ്റ് നടപ്പുണ്ട്. നടപ്പാണ് ഇവിടുത്തെ മെയിൻ. 5 അല്ല 10 അല്ല, അരമണിക്കൂറല്ല, വേണമെങ്കിൽ 1 മണിക്കൂർ വരെ നടക്കുന്ന മനുഷ്യരുണ്ട് ഇവിടെ. ഞാനൊക്കെ തൊട്ടടുത്ത ജംഗ്ഷനിൽ പോണേ തന്നെ അമ്മയുടെ 2 വീലർ എടുത്തുകൊണ്ട് പൊക്കോണ്ടുന്ന ടീംസാണ്. എനിക്കിപ്പോൾ ഈ നടപ്പൊന്നും ഒന്നുമല്ല. ഇവിടുത്തെ റോഡെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത് നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിത്ത് ജാക്കറ്റാണ് കേട്ടോ ഞാൻ വന്നേ. ഇവിടുത്തെ വെതറല്ലേ, എങ്ങനെ വിശ്വസിക്കും? എൻ്റെ പിന്നിൽ ഈ പച്ച ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ പണ്ട് ഞാനും എൻ്റെ റൂംമേറ്റും ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ മാത്രമല്ല കേട്ടോ, ഡാൻസും. ഇവിടെ വന്നിട്ടുള്ള എൻ്റെ 4ാമത്തെ വീടാണിപ്പോൾ. ഇവിടെ മനുഷ്യന്മാർ വീട് മാറുന്നതിന് ഒരു കയ്യും കണക്കും കാണില്ല. നമുക്കിപ്പം പെട്ടി പാക്ക് ചെയ്ത് നല്ല ശീലമായുണ്ട്. വീട് മാറാൻ ലാൻഡ് പറയുമ്പോൾ നമ്മൾ മാറും. ഇതാ ആ ബ്ലാക്ക് ഗേറ്റ് അല്ലെങ്കിൽ ആ ബ്ലാക്ക് ഗ്രില്ല്, അതാണ് കേട്ടോ എൻ്റെ ലാസ്റ്റ് വീട്. ഇത് തന്നെ, ഹൗസ് നമ്പർ 48. ഇങ്ങനെ മാറിയ എല്ലാ വീടിൻ്റെ പിന്നിലും നല്ലതും ചീത്തയുമായ കുറച്ച് കഥകളും ഉണ്ട്. 5 മണിക്കാണ് ഇവിടെ അമ്പലം തുറക്കുക. അതുകൊണ്ട് തന്നെ സമയം ഇപ്പം ഏതാണ്ട് 6 മണി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ വന്ന അമ്പലം. ഇതൊരു ഗണപതി മന്ദിറാണ്. ഗണപതിയാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. പക്ഷേ എല്ലാ ദൈവങ്ങളെയും നമുക്കിവിടെ വന്ന് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. തൊഴുതെല്ലാം കഴിഞ്ഞ് ഞാനും അവിടെ ഇരുന്നു ഒരു 10 മിനിറ്റ്.
ഇവിടെ നമുക്കങ്ങനെ ഇന്ന ഡ്രസ്സ് ഇട്ട് മാത്രമേ അമ്പലത്തിൽ വരാവൂ അങ്ങനൊന്നുമില്ല. ഏത് ഡ്രസ്സ് ഇട്ടും വരാം, അത് നമ്മുടെ ഇഷ്ടം. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വരുന്ന കേട്ടോ കൂടുതലും കംഫർട്ട്. ഞാൻ തൊഴുതിറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം നല്ല വെയിലായി. എനിക്കെന്തോ ജാക്കറ്റ് രാശിയില്ലാന്ന് തോന്നുന്നു. അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സൂപ്പർ മാർക്കറ്റാണ്, ടെസ്കോ. ഇറങ്ങിയപാടെ വീട്ടിൽ നിന്നൊരു കോളു, ബ്ലാക്ക് പിൻ തീർന്നിരിക്കുക, വാങ്ങിച്ചുകൊണ്ട് വരണേന്ന്. പറഞ്ഞ സ്ഥിതിക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എൻട്രൻസിനടുത്തുള്ള റാക്കിലായോണ്ട് അധികം തപ്പേണ്ടി വന്നില്ല. ദാ ഇത് പോയി വന്നിട്ടുള്ള പ്രഹസനമാണ് കേട്ടോ. പോയി വന്നപ്പോൾ തന്നെ എൻ്റെ മൂഡ് കംപ്ലീറ്റ്ലി മാറി. എന്നാൽ പിന്നെ ആ ഒരു ഫീലിങ്സ് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്. വലിയ മെയിൻ കളിച്ച് റെക്കോർഡിങ് കഴിഞ്ഞ് എടുത്തു നോക്കിയപ്പോഴാണ് എൻ്റെ മാത്രമല്ല ഈ വീട്ടിലെ ബാക്കി എല്ലാവരുടെ സൗണ്ടും അതിലുണ്ട്. അപ്പം പിന്നെ വോയിസ് ഓവറേയുള്ള ഓപ്ഷൻ. ഞാൻ ഈ ഇരുന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്താൽ മൈൻഡ് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് 100% ശരിയാണ്. ഇന്നെനിക്കത് നന്നായി മനസ്സിലായ ഒരു ദിവസം കൂടിയാണ്. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ പലതല്ലേ. എൻ്റെ ഇഷ്ടങ്ങളിലൊന്നാണ് ഈ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത്. യൂഷ്വലി ഐ പ്രിഫർ ടു ഗോ ഔട്ട്സൈഡ് അലോൺ. മെയിനായിട്ട് അതിൻ്റെ പിന്നിൽ 2 കാരണമുണ്ട്. നമ്പർ 1, അങ്ങനെ കൂടെ വരാൻ ആരുമില്ല. നമ്പർ 2, നമ്മളങ്ങനെ എല്ലാവരുമായിട്ട് പ്ലാൻ ചെയ്താൽ അത് നടക്കാറുമില്ല. അതുകൊണ്ട് തന്നെ അപ്പം എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യാം. ഈ ഗോ വിത്ത് ദ ഫ്ലോ എന്നൊക്കെ പറയില്ലേ. ഈ വീഡിയോയിൽ എൻ്റെ ഫേസിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ വളരെ കാര്യമായിട്ട് എന്തൊക്കെയോ പറയാണ്. ഇത് ഞാൻ റെക്കോർഡ് ചെയ്തതും വോയിസ് ഓവർ ചെയ്തതും 2 ദിവസമാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ വൈബല്ല ഇപ്പം എൻ്റെ ഉള്ളിൽ. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും പോലെ ഒന്നും നാളേക്ക് വെക്കല്, അന്ന് തന്നെ ചെയ്യാം. അതാണിപ്പോൾ എനിക്ക് പറ്റിപ്പോയത്. ഇപ്പോൾ അമ്പലമാവട്ടെ, ചർച്ച ആവട്ടെ, മോസ്ക് ആവട്ടെ, അവിടെ പോയിട്ടുള്ള നമ്മളുടെ ഓരോരുത്തരുടെ ഫീലിങ്സും വ്യത്യസ്തമാണ്. ഈ അമ്പലങ്ങളിൽ എപ്പോഴും ഒരു ചെറിയ സൗണ്ടിൽ റെക്കോർഡ് പ്ലേ ചെയ്യുന്നുണ്ടാവും. പോരാത്തതിന് അഗർബത്തി, പൂവ്, ചന്ദനം ഇതിൻ്റെയൊക്കെ സ്മെല്ലും. എനിക്ക് ബേസിക്കലി ഇതിനോടൊക്കെ ഒരു കമ്പമുണ്ട്. വീട്ടിലുള്ള സമയത്ത് പറ്റുന്ന സൺഡേസൊക്കെ അമ്മയുടെ കൂടെ പോവും. ഇവിടിപ്പോൾ നമുക്ക് സൺഡേ ഓഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്കിനിയും കാണാം. അതുവരെ ബൈ.